ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിന്നർ സമയത്ത് ഗസ്റ്റുകളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഭട്ടൂര റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ളത് തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് വേണ്ടത്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. ഒന്ന് അടച്ചിട്ട് അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിയുന്ന സമയത്ത് ഇതൊന്നങ്ങ് പൊങ്ങി വരും. അതിന് ശേഷമാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് ഈ ഒരു പാൽ ഉപയോഗിച്ചിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1 കപ്പ് 250 ml ആണ് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ട് ആ ഒരു പാലിൻ്റെ കൂടുണ്ടല്ലോ, അതിപ്പോൾ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ടാവും. നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം, ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ. അപ്പം ഈ ഒരു പാലിൻ്റെ നനവ് മാത്രം മതിയാവില്ല, കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. വെള്ളം എടുക്കുമ്പോഴും ഒരു ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ, നല്ല ചൂട് കൂടി പോകണ്ട. ഒരു ചെറിയ ചൂടുവെള്ളം ഒരു 1/4 കപ്പ്, പിന്നെ ഒരു 1-2 സ്പൂൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. അതുകൂടെ നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഇതുപോലെ കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഒരു പാത്രത്തിൽ അടിഭാഗത്ത് കുറച്ചൊരു ഓയിൽ തടവി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മാവിൻ്റെ മേലെ ഒരു ഇത്തിരി ഓയിലാക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നങ്ങ് കവർ ചെയ്ത് വെക്കാം കേട്ടോ. സാധാ അടപ്പുകൊണ്ട് അടച്ചു വെച്ചാലും മതി. ഇതുപോലെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്, അത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. 1-2 മണിക്കൂർ കൊണ്ട് തന്നെ. നല്ല തണുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ വെച്ചപ്പോഴേക്കും മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വന്നിട്ടുള്ള മാവ് കൈ വെച്ചിട്ട് അങ്ങനെ ആയിക്കോട്ടെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ അങ്ങ് കുഴച്ചെടുക്കുക. കുറേ സമയമായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് പാകത്തിനുള്ള ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ബോൾ എടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ചൊരു മൈദപ്പൊടി ഇട്ടിട്ടാണ് പരത്തുന്നത്. പക്ഷേ ഒരുപാട് പൊടിയായി പോകരുത് കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണയിൽ ഈ മൈദയുടെ പൊടി ഇങ്ങനെ ചാടിയിട്ട് പെട്ടെന്ന് ഓയിൽ കറുത്തു പോകും, കരിഞ്ഞു പോകുന്നൊരു പ്രശ്നം വരും. അപ്പം എത്രയും കുറവ് പൊടിയിട്ട് പരത്താൻ പറ്റും അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇത് പിന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ചപ്പാത്തിയുടെ അത്രയ്ക്കൊന്നും കട്ടി കുറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കട്ടി ഉണ്ടാവണം, എന്നാലേ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ചൊരു കട്ടിപ്പിലിരിക്കണം നല്ലത്, ഒരുപാട് കട്ടി വേണ്ട. ഇതുപോലെ വലുതാക്കി പരത്തിയെടുത്തിട്ട് ഇങ്ങനെ കോൺ ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിങ്ങനെയല്ല, നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പോലെ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുത്താലും മതി. എന്നിട്ട് അതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ നന്നാക്കി ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് വേണമെങ്കിൽ ഒന്നങ്ങ് തീ കുറച്ച് വെച്ചാൽ മതി, കാരണം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. എണ്ണ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അല്ലാതെ തന്നെ പെട്ടെന്ന് പൊങ്ങി വന്നോളൂ, ഉഷാറായിട്ട് പൊങ്ങി വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഭയങ്കര ചൂടിലിരിക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് കളറ് മാറുകയും ചെയ്യും, ഉള്ളിൽ ഫ്രൈ ആവാത്ത പോലത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നോക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് പാകത്തിന് ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ സ്ഥലമുള്ളതിനനുസരിച്ചിട്ട് 2-3 എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എളുപ്പത്തിൽ ചെയ്ത് കഴിയും. പിന്നെ ഒരുപാട് ഓയിൽ കുടിക്കുന്നൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തീ ഒന്ന് കൂട്ടിയും കുറച്ചും വെച്ചിട്ട് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ ചെയ്തെടുക്കട്ടെ.
പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്നൊന്നും അങ്ങ് താഴ്ന്നു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പൂരിയൊക്കെ പോലെ പെട്ടെന്ന് താഴ്ന്നു പോവില്ല. കുറച്ച് സമയം ഇതുപോലെ തന്നെ ഇരിക്കും. ഇത് മുറിച്ച് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഉള്ളു ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ഒരു ബ്രെഡിൻ്റെ ഉള്ളു പോലെയൊക്കെ തോന്നും കുറച്ചൊക്കെ. ആ ചൂടോട് കൂടി തന്നെ അങ്ങനെ മുറിച്ച് കഴിക്കുകയാണെങ്കിൽ ശരിക്കും ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ശരിക്കും നമ്മളൊരു കടലക്കറി വെക്കലുണ്ട് ഇതിൻ്റെ കൂടെ, വെള്ളക്കടലക്കറി. അതല്ലാതെ നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ചിക്കൻ കറിയുടെയോ മട്ടൻ കറിയുടെയോ ചിക്കൻ കുറുമയുടെ ഒക്കെ കൂടെ അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാം. കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്